ന്യൂസ് 16 കേരള. ഡോൺ ബോസ്കോ ടൂർണമെന്റ് 18ാം തവണയും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാർ. കുവൈറ്റിലെ ഏറ്റവും പ്രധാന ബാസ്കറ്റ്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായ ഡോൺ ബോസ്കോ ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 22 ശനിയാഴ്ച സമാപിച്ചു. സൽമിയയിലെ ഡോൺ ബോസ്കോ ഇന്റർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ 12 വയസ്സിനും 14 വയസ്സിനും താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടന്നു. 3 വിഭാഗങ്ങളിലും വിജയികളായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ തുടർച്ചയായ 18ാം തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തി. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡോൺ ബോസ്കോ ചാമ്പ്യന്മാരായപ്പോൾ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ, സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ എന്നിവർ 2-3 സ്ഥാനങ്ങൾ നേടി. 12 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായപ്പോൾ ഡോൺ ബോസ്കോ സ്കൂൾ, ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസ് എന്നിവർ 2-3 സ്ഥാനങ്ങൾ നേടി. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായപ്പോൾ ഡോൺ ബോസ്കോ സ്കൂൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്നിവർ 2-3 സ്ഥാനങ്ങൾ നേടി. 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായി. യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ 2ാം സ്ഥാനം നേടിയപ്പോൾ ഡോൺ ബോസ്കോയാണ് 3ാം സ്ഥാനം നേടിയത്. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിനെ ബാസ്കറ്റ്ബോളിൽ എതിരില്ലാത്ത ശക്തികളായി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും കുവൈറ്റിലെ ബാസ്കറ്റ്ബോളിന് പകരം വയ്ക്കാനാകാത്ത സംഭാവനകൾ നൽകുകയും ചെയ്ത സിബി കുര്യന് ഡോൺ ബോസ്കോയുടെ പ്രത്യേക പുരസ്കാരവും സമ്മാനിച്ചു. കുവൈറ്റിൽ ഡോൺ ബോസ്കോയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ക്രിസ്റ്റഫർ ഫെർണാണ്ടസ് പരിപാടികൾ ഏകോപിപ്പിച്ചു. ന്യൂസ് 16 കുവൈറ്റ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.